ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും പലതരം വേദനകൾ ഉള്ളവരാണ്. ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വെറുതെ വിതുമ്പുന്നു, ഉത്കണ്ഠരാകുന്നു. ഓരോരുത്തർക്കും പലതരം വേദനകളാണ്. അത് കടബാധ്യത, രോഗം, കല്യാണം നടക്കാതെ ഇങ്ങനെ പോകുന്നു നമ്മുടെ വിഷമങ്ങൾ. ഇവയെ ഓർത്ത് നാം നെടുവീർപ്പിടുന്നു, ഉത്കണ്ഠരാകുന്നു, കരയുന്നു. എന്നിട്ട് നാം രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. നമ്മുടെ യേശു എല്ലാറ്റിൻ്റെയും നാഥനാണ്. അവന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലാസർ മരിച്ച് 3 ദിവസമായി. എന്നിട്ടും യേശു അവൻ സ്വന്തം പിതാവിനോട് പ്രാർത്ഥിച്ചു, ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നു. വിശ്വാസത്തോടെ പറയുന്നു. ലാസർ പുറത്തു വരുന്നു. കടലിൻ്റെ മുന്നിൽ മോശ വടിയെടുത്ത് കടലിലേക്ക് നീട്ടുന്നു. വെള്ളം 2ആയി ഭാഗിച്ച് മതിൽ പോലെ നിന്നു. സ്വന്തം ജനം ഉണങ്ങി വരേണ്ട ഭൂമിയിലൂടെ എന്ന പോലെ ചെങ്കടൽ കടന്നു അക്കരയെത്തുന്നു. യേശു പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പിതാവിലേക്ക് നോക്കി. നമുക്കും എന്തുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിൽ യേശുവിനെ വിളിച്ചുകൂടാ? നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കി എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ കടൽ ശോഭിച്ച് തിരമാലകൾ ഉയർന്നു, വഞ്ചി ആടിയുലഞ്ഞു. അപ്പോൾ അവർ ഉടനെ വഞ്ചിയിൽ തലയിണ വെച്ചുറങ്ങുന്ന യേശുവിനെ തട്ടി ഉണർത്തി. യേശുവേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ യേശു കടലിനെ ശാസിച്ചു. കടൽ ശാന്തമായി. തക്ക സമയത്ത് അവർ യേശുവിനെ തട്ടി ഉണർത്തി. നമുക്കും ജീവിതമാകുന്ന നൗക ആടിയുലയുമ്പോൾ നമുക്ക് യേശുവിലേക്ക് നോക്കി യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഞങ്ങളിതാ നശിക്കുന്നു കർത്താവേ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ, ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യേശുവിനെ നോക്കി നമുക്ക് കണ്ണീരോടെ കരയാം. അവൻ നമ്മളെ രക്ഷിക്കും എന്ന ഉറപ്പോടെ പ്രശ്നത്തിലേക്ക് നോക്കാതെ കുരിശിൽ പിടഞ്ഞവനെ നോക്കി നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം.